ദൈവാശ്രയബോധത്തിലും തികഞ്ഞ ദൈവാനുഭവത്തിലും അനുദിനം വളർന്നുകൊണ്ടിരുന്ന നാഥ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് തന്നെ സമർപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ 1952 ജൂലൈ 15 സെർവൻസ് ഓഫ് ഇൻകാർണേഷൻ എന്ന പുതിയ സന്യാസ സഭയിൽ ചേർന്ന് ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകി. വിദ്യാഭ്യാസത്തിലും വിശുദ്ധിയിലും അഗ്രഹണ്യായിരുന്ന നാഥയ്ക്ക് ഹൗസിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന ചുമതല കൂടി അധികാരികളോടുള്ള അനുസരണത്തെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്നു. ധ്യാനത്തിലും പ്രാർത്ഥനയിലും തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിച്ച അവളുടെ ജീവിതത്തെ ഈ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി തിരക്കുള്ളതാക്കി. താൻ സന്യാസ സഭയിൽ ചേർന്നതോടുകൂടി ഭവനത്തിൽ തനിച്ചായ രോഗിയായ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് എല്ലാ ശനിയും ഞായറും ദിവസങ്ങളിൽ വീട്ടിലേക്ക് പോയി അമ്മയെ ശുശ്രൂഷിക്കുവാൻ അവൾക്ക് പ്രത്യേക അനുമതി ലഭിച്ചിരുന്നു. തൻ്റെ ദിവ്യ മണവാളനൊപ്പം ആരംഭിച്ച പുതിയ ജീവിതത്തിൽ അവൾ കാർല എന്ന പേര് സ്വീകരിക്കുകയും പിന്നീട് അങ്ങോട്ട് ഏവർക്കും പ്രിയങ്കരിയായ സിസ്റ്റർ കാർലയെ മാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെ നിർഭാഗ്യവശാൽ അവളുടെ അമ്മയുടെ രോഗനില മൂർച്ഛിക്കുകയും വൈദ്യസഹായം തേടേണ്ടി വരികയും ചെയ്തു. തൻ്റെ പ്രിയ മാതാവിനെ കൂടെയായിരുന്ന് അവരെ ശുശ്രൂഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിയ കാർല മറ്റാരുമില്ലാത്തതിനാൽ ദൈവഗീതം ആരാഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകി. ഒടുവിൽ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സന്യാസ ജീവിതം ഉപേക്ഷിച്ച് അവൾ വീട്ടിലേക്ക് മടങ്ങി. സ്വഭവനത്തിൽ അവളൊരു സാധാരണ ജീവിതം ലളിതമായി നയിക്കുകയും പ്രാർത്ഥനയ്ക്കേറെ സമയം കണ്ടെത്തുകയും ചെയ്തു. ദൈവവിശ്വാസവും ദൈവസ്നേഹവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നാലാവുന്ന നന്മകൾ അവൾ ചുറ്റുമുള്ളവർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ പലവിധ കാരണങ്ങളാൽ ആ സന്യാസ സഭയിൽ നിന്നും പിരിച്ചുവിട്ട സഹോദരിമാർക്ക് കാർല ആശ്വാസത്തിന് തണലായി മാറി. സന്യാസ സഭ ഉപേക്ഷിച്ചുവെങ്കിലും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ദൈവിക രഹസ്യങ്ങളെയും ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നും ജീവിതാന്ത്യം വരെ അവയെ മുറുകെ പിടിക്കണമെന്നും അവൾ അവരെ ഉദ്ബോധിപ്പിച്ചു. തങ്ങളാലാവുന്ന നന്മ പ്രവൃത്തികളാൽ ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കാലക്രമേണ ഈ ജീവിതശൈലിയിലേക്ക് ഒട്ടനവധി സഹോദരികൾ ആകർഷിക്കപ്പെടുകയും ദൈവമഹത്വത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഒരു സന്യാസഭവനം ഉപേക്ഷിക്കേണ്ടി വന്നത് ജീവിതത്തിൽ മറ്റൊരു വലിയ നിയോഗത്തിന് സാക്ഷ്യം വഹിക്കുവാനാണെന്ന തിരിച്ചറിവ് കാർലയ്ക്കുണ്ടായി തുടങ്ങി. 1962 പുതിയൊരു ഹൗസ് ഇറ്റലിയിലെ ഫ്രസ്കാത്തി എന്ന സ്ഥലത്ത് ആരംഭിച്ചുകൊണ്ട് പുതിയൊരു സമൂഹത്തിന് കാർല രൂപം കൊടുത്തു. ക്രമേണ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് മുന്നിൽ വലിയൊരു സാക്ഷ്യമായി. മാനവരാശിക്ക് വേണ്ടി മനുഷ്യനായി ജന്മമെടുത്ത ദൈവത്തിൻ്റെ സ്നേഹം എന്നും അവരുടെ ധ്യാനചിന്തകളായി തുടർന്നു. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു സമൂഹത്തെ മനുഷ്യാവതാര സന്യാസ പ്രേക്ഷിത സഭ എന്ന് വിളിക്കാൻ കാർല ആഗ്രഹിച്ചു. കാർല പിന്നീട് ഈ സഹോദരിമാരുടെ പ്രിയപ്പെട്ട മദർ കാർലയായി മാറി.